ഹിന്ദ് റളിയല്ലാഹു അൻഹ നിരപരാധിയാണ് എന്ന് ജോത്സ്യനെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട് ഉത്ബ എന്ന വാപ്പ, അഭിമാനബോധം കൊണ്ട്. ഇരിക്കട്ടെ, സോറി, അബൂ സുഫിയാൻ ആയിരുന്നില്ല അന്നത്തെ ഭർത്താവ്. അബൂ സുഫിയാൻ്റെ മുമ്പൊരു ഭർത്താവ് ഉണ്ടായിരുന്നു. ആ ഭർത്താവുള്ള കാലത്തായി സംഭവം നടന്നത്. എന്നിട്ട് പിന്നെ കല്യാണം കഴിച്ചു കൊടുത്തതാ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹുവിനെ. അന്ന് രണ്ടുപേരും ഇസ്ലാമിലായിരുന്നില്ല. പിന്നീട് രണ്ടുപേരും സ്വഹാബിയത്തുകളായി മാറുകയുണ്ടായി. നമുക്കറിയുന്ന ഒരു കൗതുകമുള്ള സംഭവമുണ്ട്. നബി തങ്ങളുടെ വല്ലിപ്പയായിരുന്ന അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് എന്നവര് അള്ളാഹുവിനോടൊരു ശപഥം ചെയ്തു, പടച്ചവനോടൊരു സത്യം ചെയ്തു, പടച്ചവനെ ഇൻ റസഖനി അശ്റത്തൻ മിനൽ ഔലാദ്, എനിക്ക് റബ്ബേ നീ 10 ആൺകുട്ടികളെ തന്നാൽ ആ 10 പേരെ കൊണ്ടും ഞാൻ സംസം കിണറൊന്ന് രണ്ടാമതൊന്ന് തുരന്നിട്ട് സംസം ഒന്ന് സജീവമാക്കുമെന്ന്. സംസം കിണർ മൂടപ്പെട്ടിരുന്നൊരു കാലഘട്ടം സംസമിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അബ്ദുൽ മുത്തലിബ് എന്നവർ അള്ളാഹുവിനോട് പറഞ്ഞൊരു വാക്കാണ്. അദ്ദേഹം ഹനീഫിയായിരുന്നു, ഏകദൈവ വിശ്വാസിയായിരുന്നു, തൗഹീദിലായിരുന്നു, അല്ലെങ്കിൽ ഫത്തറത്തിന്റെ അഹ്ലുകാരിൽപ്പെട്ട ആളാണ്. നാജിൻ, നാളെ രക്ഷപ്പെടുന്നവരാൻ. നബി തങ്ങളുടെ ഉപ്പാപ്പമാർ മുഴുവനും അങ്ങനെയാണ് എന്നത് അല്ലാമ സുയൂത്തി തങ്ങളടക്കമുള്ള ആലിമീങ്ങൾ സമർത്ഥിച്ചിട്ടുള്ള വിഷയമാണ്. ഞാൻ അതിലേക്ക് കിടക്കല്ല. അബ്ദുൽ മുത്തലിബ് എന്നവർ പറഞ്ഞു, പടച്ചവനെ 10 ആൺകുട്ടികളെ തന്നാൽ അതിൽ ഒരു കുട്ടിയെ ഞാൻ നിനക്ക് വേണ്ടി ദബഹ് ചെയ്യും, ബലിയർപ്പണം നടത്തും. ഇസ്മായിൽ നബിയെ ഇബ്രാഹിം നബി അറക്കാൻ കൊണ്ടുപോയ പോലെ എൻ്റെ ഒരു 10ൽപ്പെട്ട ഒരു കുട്ടിയെ ഞാൻ നിനക്ക് തരും പടച്ചവനെ. ഞാൻ ആ കുട്ടിയെ കഴുത്തറുത്തുകൊണ്ട് നിനക്ക് ബലിദാനം ചെയ്യും. ബാക്കിയുള്ള 9 ആളുകളെയും കൊണ്ട് ഞാൻ സംസം കിണർന്ന് പുനർനിർമ്മാണം നടത്തും എന്ന് ശപഥം ചെയ്തു നബി തങ്ങളുടെ വല്ലിപ്പയായിരുന്ന അബ്ദുൽ മുത്തലിബ് എന്നവർ. ഈ 10 മക്കളിൽ അവസാനം ജനിച്ച മോനാണ് അബ്ദുള്ള എന്ന നബി തങ്ങളുടെ ഉപ്പ. 10ൽ ഒരാളെ കൊടുക്കുന്ന പറഞ്ഞത്. നറുക്ക് വീണ് നോക്കുമ്പോൾ അബ്ദുല്ലാഹി തങ്ങളുടെ പേരിലാണ് നറുക്ക് വീഴുന്നത്. അപ്പൊ അബ്ദുൽ മുത്തലിബിന്റെ ഉമ്മയുടെ സഹോദരന്മാർ അവർ പറഞ്ഞു, അഹ്വാലുകൾ അവർ പറഞ്ഞു, ബനു മഖ്സൂം ഗോത്രക്കാരാ, അബ്ദുൽ മുത്തലിബെ ഈ ചെയ്യുന്ന പണി ശരിയല്ല, നിങ്ങൾ മകൻ അറുക്കേ പറഞ്ഞു. ഞാൻ സത്യം ചെയ്തു പോയില്ലേ? ഞാൻ സത്യം ചെയ്തു പോയി. നിങ്ങൾ നിൽക്കി, നമുക്കൊരു ജോത്സ്യനോട് പോയി ചോദിക്കാം എന്താ ചെയ്യേണ്ടത്. അങ്ങനെ അവർ ഖൈബറിലെ ഒരു ജോത്സ്യനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മക്കയിലാണ് സംഭവം നടക്കുന്നത്. മദീനയിലേക്ക് തന്നെ ഒരു 500 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. മദീനയിൽ നിന്ന് ഖൈബറിലേക്ക് വീണ്ടും ഒരു 200 കിലോമീറ്ററെങ്കിലും പോകേണ്ടി വരും, തബൂക്കിൻ്റെ ഭാഗത്തേക്ക്. ഞാൻ പോയിട്ടുണ്ട് ഖൈബറിലെ കോട്ടയൊക്കെ എപ്പോഴും അവിടെ ഉണ്ട്. ഇപ്പോൾ കുറേ വ്ളോഗർമാരൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ കാണാൻ സുഖമാണ്. നമ്മൾ പോയിട്ടില്ലെങ്കിൽ നോക്കിയിട്ട് നാട്ടിൽ തന്നെ കാണാൻ പറ്റും. ഖൈബറിലെ കോട്ടകൾ പോകാനൊക്കെ എനിക്ക് 100 റിയാലൊക്കെ ഫീസ് കൊടുക്കണം. അപ്പോൾ അവരുടെ ബഗ്ഗികളിൽ വാഹനത്തിൽ കൊണ്ടുപോയി കാണിച്ചു തരും. ഖൈബർ യുദ്ധവും അവിടുത്തെ അലി റളിയല്ലാഹു അൻഹു പിടിച്ചുയർത്തിയ ആ ഒരു കോട്ടയുടെ ചരിത്രം, അതിൻ്റെ വാതിലൊക്കെ പിടിച്ച് പൊക്കിയ ചരിത്രമൊക്കെ, മുറഹിബിൻ്റെ കഥയൊക്കെ നമുക്കിങ്ങനെ ശരിക്കും ഓർത്തെടുക്കാൻ പറ്റും. ഇന്നും ആ ചരിത്രം അങ്ങനെ അവിടെ ശേഷിപ്പുണ്ട്. ഖൈബറിലെ ജോത്സ്യനോട് ചെന്ന് ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ മകനെ ദാനം ചെയ്യുമെന്ന് ഞാൻ അള്ളാഹുവിനോട് വാക്ക് കൊടുത്തതാണ്. ആ ദാനം നിർവഹിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. മഖ്സൂമികളായ എൻ്റെ അമ്മാവന്മാർ പറയുന്നത് ചെയ്യരുത് 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 എന്ന് ഞാൻ എന്തു ചെയ്യണം? ഇത് ജാഹിലിയത്തിൽ നടന്നൊരു വിഷയമാണ്. അന്ന് കോടതിയില്ല. അന്നത്തെ കോടതി എന്ന് പറഞ്ഞാൽ അന്നത്തെ ജ്യോത്സ്യന്മാരാ. ജ്യോത്സ്യന്റെ രംഗത്ത് വിഷയമെത്തിയപ്പോൾ ജ്യോത്സ്യൻ പറഞ്ഞു, ഖൈബറിലെ ജ്യോത്സ്യൻ, പേരൊന്നും അറിയില്ല ചരിത്രത്തിൽ, കാഹിനു ഖൈബർ ഇത്രേ അറിയുള്ളൂ. അയാൾ പറഞ്ഞു, അബ്ദുൽ മുത്തലിബെ ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ മകനെ ആരെയും നിങ്ങൾ കൊല്ലരുത്, അബ്ദുള്ളയെ കൊല്ലരുത്. അബ്ദുള്ളാക്ക് പകരം നിങ്ങൾ 10 ഒട്ടകങ്ങളെ കൊണ്ട് നിർത്തുക. 10 ഒട്ടകങ്ങൾ നറുക്കിടുക. അബ്ദുള്ളന്റെ പേരിടുക. നറുക്കിന്റെ ഒരു ഭാഗത്ത് 10 ഒട്ടകങ്ങൾ നറുക്ക് വീണ്. ആ നറുക്ക് വീണത് അബ്ദുള്ളയുടെ പേരിലാണ് ആദ്യം വീണതെങ്കിൽ ഒരു 10 കൂടെ ആഡ് ചെയ്യുക. അങ്ങനെ 20 ഒട്ടകാക്കുക. ഒട്ടകത്തിന് വീണ് കഴിഞ്ഞാൽ ആ 20 ഒട്ടകങ്ങളെ നിങ്ങൾ ദാനം ചെയ്ത് മക്കൾക്കാർക്കൊന്നും തിന്നാൻ കൊടുത്തേക്കണം. മകനെ കൊല്ലരുത്. അതുകൊണ്ട് നബി തങ്ങളുടെ ഉപ്പ അബ്ദുല്ലാഹി തങ്ങളും നബി തങ്ങളുടെ വല്ലിപ്പയായ ഇസ്മായിൽ നബിയും രണ്ടുപേരും ദബീഹാൻ, അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പണത്തിന് വേണ്ടി വിധിക്കപ്പെട്ട ആളുകളായിരുന്നു എന്ന് പറയും. അത് ഇസ്മായിൽ നബി അങ്ങനെയാണ്, നബി തങ്ങളുടെ ഉപ്പയായ അബ്ദുള്ള തങ്ങളും അങ്ങനെയാണ്. ചരിത്രം ഇങ്ങനെയാണ്. 20 ഒട്ടകമായിട്ടോ. രണ്ടാമത്തെ നറുക്ക് വീണു, അബ്ദുള്ള തങ്ങളുടെ പേരിനെ വീണു. ജ്യോത്സ്യം പറഞ്ഞു 10 ഒട്ടകങ്ങൾ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. 30 ഒട്ടകങ്ങളായി. 4ാമത്തെ തവണ നറുക്കിട്ടു, അബ്ദുള്ള തങ്ങളുടെ പേരിൽ തന്നെ നറുക്ക് വീണു. 10 ഒട്ടകം കൂടെ ആഡ് ചെയ്യണം, 40ആയി.
അങ്ങനെ 10 തവണ അബ്ദുള്ള തങ്ങളുടെ പേരിൽ തന്നെ നറുക്ക് വീണു. ഒട്ടകങ്ങളെ ആഡ് ചെയ്ത് 9 തവണ. ആദ്യം 10 ഒട്ടകം ഉണ്ടല്ലോ, വീണ്ടും 90 ഒട്ടകങ്ങളെ നിർത്തിയിട്ടത് 100 ഒട്ടകമായി മാറി. നറുക്കിടാൻ പറഞ്ഞു. ആ നറുക്ക് വീണത് ഒട്ടകങ്ങൾക്കാണ്. ജ്യോത്സ്യൻ പറഞ്ഞു 2 തവണ കൂടെ ചെയ്യണം. 2ാം തവണയും ഇട്ടു, അപ്പോഴും ഒട്ടകങ്ങൾ. 3ാം തവണയും ഒട്ടകങ്ങൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ അബ്ദുള്ള എന്ന മകന് പകരം ഈ 100 ഒട്ടകങ്ങളെ നിങ്ങൾ ബലിയർപ്പിക്കുക. നിങ്ങളുടെ സത്യം അതിനാൽ നിർവഹിക്കപ്പെടും. മകൻ അറുക്കരുത്. ഇതാണ് ഒരു മനുഷ്യനെ അന്യായമായി ഒരാൾ കൊന്നാൽ ഒരു മനുഷ്യന്റെ ദിയത്ത്. ഒരു മനുഷ്യനെ കൊന്നാൽ അതിന് പകരം കൊടുക്കേണ്ട സംഖ്യ. ഒട്ടകമാണെങ്കിൽ 100 ഒട്ടകം ഒരു ജീവന് പകരം കൊടുക്കണമെന്ന നിയമം ഈ സംഭവത്തിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ്. അതിനുശേഷമാണ് ഒരു മനുഷ്യനെ കൊന്നുകഴിഞ്ഞാൽ അതിന് കൊടുക്കേണ്ട പ്രായശ്ചിത്തം 100 ഒട്ടകമാണ്. അത് അബ്ദുള്ള തങ്ങളുടെ വിഷയത്തിൽ ആ ഒരു ജീവന് പകരം 100 ഒട്ടകങ്ങളെ നിർത്തിയ ഈ അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ സംഭവമാണ് ഇതിന് ആധാരം. അന്ന് ഈ ഒരു വിഷയത്തിൽ ഒട്ടകമാണെങ്കിൽ 100 ഒട്ടകം കൊടുക്കണം, സ്വർണമാണെങ്കിൽ 1000 ദീനാർ കൊടുക്കണം, വെള്ളിയാണെങ്കിൽ 12,000 വെള്ളി നാണയം കൊടുക്കണം, ദിർഹം കൊടുക്കണം. ഇങ്ങനെ 3-4 കൊടുത്താലേ ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തതിന് പ്രായശ്ചിത്തം കൊടുക്കാൻ പറ്റുള്ളൂ എന്ന നിയമം ഇസ്ലാം അംഗീകരിക്കുന്നത് ജാഹിലിയത്തിൽ അംഗീകരിച്ചു പോന്ന ഈ ഒരു സംഭവത്തെ ആസ്പദപ്പെടുത്തിയാണ്. ഞാൻ പറയുന്നത്, വിധിന്യായങ്ങൾ വിധി പറയുക എന്ന് പറയുന്നത് മനുഷ്യ ചരിത്രത്തിന്റെ ഭാഗമാണ്. നീതിക്ക് വേണ്ടി, അന്യായങ്ങളെ അതിജീവിക്കുവാൻ വേണ്ടി മനുഷ്യൻ നിയമ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മഹല്ല് ജമാഅത്തിലാവാം, ഒരു കമ്മിറ്റിയാകാം, ഒരു നോൺ ഗവൺമെന്റ് NGOകളാകാം, കോടതി സംവിധാനങ്ങളാകാം, പലതുമാകാം. നീതി മനുഷ്യന് നടപ്പാക്കപ്പെടണം. പ്രവാചകന്മാർ അതിനുവേണ്ടി വന്നവരാണ്. ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെയും സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെയും സംഭവങ്ങളിലൂടെ ഖുർആൻ വിധി പറയുന്ന വിഷയങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ദാവൂദ് നബിയുടെ ചരിത്രത്തിൽ തന്നെ കാണുമല്ലോ, അന്ന് ഒരു കൃഷിയിടത്തിലേക്ക് ആടുകൾ വന്ന് ആ കൃഷിയിടം നശിപ്പിച്ചു കളഞ്ഞപ്പോ ദാവൂദ് നബി അലൈഹിസ്സലാം അതിന് വിധി പറഞ്ഞു. കൃഷി നശിപ്പിക്കപ്പെട്ടു. ഒരാളുടെ ആടുകളാണത് നശിപ്പിച്ചത്. ഖുർആൻ പറഞ്ഞ സംഭവമാണ് ഇത്. നഫശത് ഫീഹി ഗനമുൽ ഖൗം. അപ്പോൾ ദാവൂദ് അലൈഹിസ്സലാം വിധി പറഞ്ഞു, ആരുടെ കൃഷിയാണോ നശിച്ചത് അവര് ആടുകളെ എടുക്കുകയും 1 വർഷം ആ ആടുകളുടെ പാലും അതിൻ്റെ മറ്റനുഭവങ്ങളൊക്കെ അവർക്ക് ഉപയോഗിക്കാം. ആടിൻ്റെ ഉടമസ്ഥന്മാർ ഈ നശിപ്പിച്ച കൃഷിയിടം 1 വർഷം കൊണ്ട് റെഡിയാക്കി കൊടുക്കും ചെയ്യാം. 1 വർഷം കഴിഞ്ഞാൽ ആടിൻ്റെ ആളുകൾക്ക് ആട് കിട്ടും, കൃഷിൻ്റെ ആളുകൾ കൃഷിയും കിട്ടും. സുലൈമാൻ അലൈഹിസ്സലാം ആ വിധിയിൽ ഒന്ന് ഇടപെട്ടു. ഫഫഹംനാഹ സുലൈമാൻ. പിതാവായ ദാവൂദ് നബി അലൈഹിസ്സലാമിനെക്കാളും മകനായ പിതാവായ ദാവൂദ് നബിയെക്കാളും മകനായ സുലൈമാൻ അലൈഹിസ്സലാമിന് അള്ളാഹു അറിവും ജ്ഞാനവും യുക്തിയും കൂടുതൽ നൽകിയിരുന്നു എന്ന് ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വാപ്പയെക്കാളും ബുദ്ധിയുള്ള മകനുണ്ടാകും, സ്വാഭാവികമാണ്. അങ്ങനെ വരാം. സുലൈമാൻ നബിയുടെ വിഷയം അങ്ങനെയാണ്. മഹാനവറുകൾ പറഞ്ഞു, കൃഷിയുടെ നഷ്ടം എത്രയാണോ ആ നഷ്ടത്തിന് തത്തുല്യമായ ആടുകളെ ഈ കൃഷിക്കാര് വാങ്ങിച്ചോട്ടെ, അത്രേ വേണ്ടൂ എന്നല്ലാതെ ഒരു കൊല്ലം ഇവർക്ക് കൃഷിക്കാർക്ക് അവരുടെ കൃഷിയിടം മറ്റവർ റെഡിയാക്കി കൊടുക്കണം, 1 വർഷക്കാലം ഈ ആടുകളെ അവരുപയോഗിക്കണം. ഇത് പറയുമ്പോൾ അന്യായം വരും. എത്രയാണോ ഒരു ആട് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയെന്നില്ലേ? അതെന്താ ചെയ്യുക? മേലെ തല പോയാൽ വല്ലതും കടിച്ചു തിന്നും. അത്രയല്ലേ ആടുകൾക്ക് ചെയ്ത, ആനയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് കൃഷിയിൽ എത്രയാണോ നാശമുണ്ടായത് അത്രയെ അതിന് തത്തുല്യമായ ആടുകളെ കൃഷിക്കാർക്ക് കൊടുക്കേണ്ടി വരും. അത്ര തന്നെ. അതും നശിപ്പിച്ചത് പകലാണെങ്കിൽ, സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഈ കൃഷി നശിച്ചത് രാത്രിയാണെങ്കിൽ, ഈ കൃഷി നശിച്ചത് പകലാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. കാരണം പകലിൽ കൃഷിയിടങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൃഷി ഉടമസ്ഥൻ്റെതാണ്. രാത്രി സംഭവിച്ചു എന്ന് വിചാരിക്കുക, ആ രാത്രിയുടെ വിഷയത്തിലൊന്നും പരാതി പറയാൻ പറ്റൂല. രാത്രിയല്ലേ, ആടുകൾക്കറിയോ ആരുടേത്, ആട്ടിടയന്മാർക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ രാത്രി? പകൽ സംഭവിച്ചതാണെങ്കിൽ അത് തത്തുല്യമായ ആടുകളെ നിങ്ങൾക്ക് വാങ്ങിക്കാം, ഇവരിൽ നിന്ന് അത്രേ ചെയ്യേണ്ടതുള്ളൂ എന്ന് പറഞ്ഞ് ആ വിധിയെ ഒന്ന് പരിഷ്കരിച്ചിട്ടുണ്ട് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞൊരു ഹദീത്ത് സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും. അതിങ്ങനെയാണ്, 2 പെണ്ണുങ്ങൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ വാപ്പയായ ദാവൂദ് നബിയുടെ മുമ്പിൽ തർക്കവുമായി വരികയാണ്. ഒരു കുട്ടി, ആ കുട്ടിയെക്കുറിച്ച്
ഒരു കുഞ്ഞിന്റെ വിഷയത്തിൽ രണ്ട് പെണ്ണുങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താ? രണ്ടാളും പറഞ്ഞു എന്റേതാ. ഹീന ഖറജതാ ലിഹാജത്തിൻ ലഹുമാ ഖാരിജൽ മദീന വമഅഹുമാ വലദാഹുമാ വഇഹ്ദാഹുമാ അക്ബറു മിനൽ ഉഖ്റാ. രണ്ട് കുട്ടികളെയും കൊണ്ട് രണ്ട് പെണ്ണുങ്ങൾ മരുഭൂമിയിലൂടെ യാത്ര പോവുകയാണ്. ഫഅദ സബ്ഉ അലാ വലദി ഇഹ്ദാഹുമാ ഫഅകലഹു. അതിൽപ്പെട്ട ഒരു കുഞ്ഞിനെ, ഒരു ഉമ്മയുടെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഓരോ ഉമ്മാന്റെ അടുത്ത്. ഒരു ഉമ്മാന്റെ കുഞ്ഞിനെ ഒരു മൃഗം വന്ന് കടിച്ചു കൊണ്ടുപോയി, ചെറിയ കുഞ്ഞിനെ. ആ ഉമ്മാക്ക് കുഞ്ഞ് നഷ്ടപ്പെട്ടു. ആ ഉമ്മ പറഞ്ഞു ഈ കുഞ്ഞെൻ്റെതാ. തൻ്റെ കൂടെയുള്ള പ്രായം കുറഞ്ഞ പെണ്ണിൻ്റെ കുഞ്ഞിനെ നോക്കിയിട്ട് പറഞ്ഞു ഈ കുട്ടി എൻ്റെതാന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഈ പ്രായമുള്ള പെണ്ണ്. അങ്ങനെ ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ വന്നു. രണ്ടാളും കരയാൻ തുടങ്ങി. പിന്നെ കരയാൻ വലിയ മിടുക്കുള്ള മനുഷ്യന്മാരുണ്ടാവും. ഓരോ കരച്ചിൽ കേട്ടാൽ സത്യം തന്നെ തോന്നിപ്പോവുകയും ചെയ്യും. അത് എവിടെ നിന്നാണ് ആ വെള്ളം വരുന്നത്, എവിടെ നിന്നാണ് അതൊക്കെ ഒഴുകി വരുന്നത് അള്ളാഹ്ക്ക് തന്നെ അറിയുള്ളൂ. പച്ച നുണ പറഞ്ഞിട്ടും കരയാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. അവളെ കരച്ചിൽ കേട്ടപ്പോൾ അതന്നെ സത്യാന്നങ്ങ് വിചാരിച്ചു. അത് ടീച്ചർമാരും വിചാരിക്കും, ഭർത്താവും കേട്ടാൽ വിചാരിക്കും, ഉമ്മയും വിചാരിക്കും, നാട്ടുകാരും വിചാരിക്കും. കരച്ചിൽ അങ്ങനത്തെ കരച്ചിലായിരിക്കും. ഈ പെണ്ണിങ്ങനെ കരഞ്ഞു. എന്ത് ചെയ്യാനാ? ദാവൂദ് നബി അലൈഹിസ്സലാം അതിൽ മുതിർന്ന പെണ്ണിന് ഈ കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് ഓളതായിരിക്കും. അത്ര കരച്ചിൽ അവൾ കരഞ്ഞിട്ടുണ്ടെന്ന് അതിനർത്ഥം. പിന്നെ പെണ്ണുങ്ങളിൽ മുതിർന്നത് എന്നൊക്കെ പറഞ്ഞത് ചിലപ്പം സംഭവിക്കാൻ വലിയ പ്രയാസമാണ്. നാട്ടുകാർക്കൊക്കെ 5 കൊല്ലമാകുമ്പോഴേ ഒരു പെണ്ണിന് 1 കൊല്ലമാവുള്ളൂ എന്നാണ്. അപ്പോൾ ഈ മുതിർന്ന പെണ്ണാരാന്നൊക്കെ സമ്മതിക്കാനൊക്കെ ചെറിയ പ്രയാസം. ബസ്സിൽ അങ്ങനെ ഒരു ബസ്സിൻ്റെ സീറ്റ് ഒഴിവായിട്ടേ ഞാൻ ഇരിക്കാന്ന് 2 പെണ്ണുങ്ങൾ തർക്കിച്ചപ്പോൾ കണ്ടക്ടർ പറഞ്ഞത്രയെങ്കിൽ 2 മുതിർന്ന പ്രായം കൂടിയ പെണ്ണോടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ സീറ്റ് പിന്നെ താന്നൂരെത്തണവരെ കാലിയാന്നാ. ആരും ഇരുന്നിട്ടില്ല. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതിർന്നത് ആരോ ആ മുതിർന്ന ആളിൽ അവളുടെ കയ്യിൽ ഈ കുഞ്ഞിനെ കൊടുത്തുകൊണ്ട് വിധി പറഞ്ഞു പോയി ദാവൂദ് നബി അലൈഹിസ്സലാം. പോകുമ്പോഴാ സുലൈമാൻ അലൈഹിസ്സലാം വഴിയിൽ വരുന്നത്. സുലൈമാൻ അലൈഹിസ്സലാം ചോദിച്ചു എന്തേ പ്രശ്നം? പറഞ്ഞു ദാവൂദിനെ പറഞ്ഞത് ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള തർക്കമാണ്. അതാ വലിയ പെണ്ണിൻ്റെതാ, മുതിർന്നവളുടേതാ. സുലൈമാൻ നിൽക്കി അവിടെ നിൽക്കി. ഒരു കത്തി കിട്ടുമോ എന്ന് ചോദിച്ചു. ഒരു കത്തി കിട്ടുമോ? എന്തിനാന്ന് ചോദിച്ചു. ഞാൻ ഈ കുഞ്ഞിനെ 2 പകുതിയാക്കി തരാം, ഓരോ പകുതി ഓരോരുത്തർ കൊണ്ടുപോയാൽ പോരെ. ഇത് പറഞ്ഞപ്പോ മുതിർന്ന പെണ്ണ് മിണ്ടിയില്ല. ഇളയവളായ പെണ്ണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു സുലൈമാൻ നബിയെ വേണ്ട, ആ കുട്ടി അവളുടേതാണ്, എന്തിനാ കുഞ്ഞിനെ കൊല്ലുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ മനസ്സിലായി ഒറിജിനൽ ഉമ്മാക്കായി വേദന ഉണ്ടാവുള്ളൂ. പെട്ടെന്നാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്. മറ്റേ പെണ്ണ് നാടകം കടിക്കാൻ സമയം കിട്ടിയില്ല. അപ്പോഴേക്കും സുലൈമാൻ അലൈഹിസ്സലാമിന് ബോധ്യപ്പെട്ടു ഈ കുഞ്ഞിന്റെ ഉമ്മ ഈ ചെറുപ്പക്കാരിയായ പെണ്ണാണ്. അങ്ങനെ ആ പെണ്ണിനെ കുഞ്ഞിനെ ഏൽപ്പിച്ചു കൊടുത്തു സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം. ഫഫഹംനാഹാ സുലൈമാൻ. ചില വിഷയങ്ങളിൽ സങ്കീർണമായ വിഷയങ്ങളെ പരിഹരിക്കാനുള്ള കഴിവ് സുലൈമാൻ അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയിരുന്നുവെന്നാണ്. അങ്ങനെ ഒരു കഴിവുള്ള മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അലിയാർ തങ്ങൾ വലിയ ബുദ്ധികൂർമ്മതയുള്ള മനുഷ്യനാണ്. അസ്ഹാബു സബിയ എന്ന് പറയുന്ന യമനിലെ ഒരു ചരിത്രമുണ്ട്. അസ്ഹാബു സബിയ എന്ന് പറയുന്നത് യമനിലെ ഒരു കിണറുമായി ചുറ്റിപ്പറ്റി കിടക്കുന്ന ചരിത്രമാണ്. ആ കിണറ്റിൽ അന്നത്തെ ചില വളവന്മാർ ഒരു സിംഹത്തെ കൊണ്ടുപോയി പാർപ്പിച്ചു. ആ സിംഹത്തിൻ്റെ മീതെ ഒരുപാട് പുല്ല് നിറച്ചു. എന്നിട്ട് ഏതോ ഒരു സാധു മനുഷ്യൻ അതിലൂടെ നടന്നു വരുമ്പോൾ, നടന്നു വന്നതല്ല, അയാളെ പിടിച്ചു കൊണ്ടുവന്നു. നീ ഇതിലെ നടക്കണമെന്ന് പറഞ്ഞ് നാട്ടുകാര് ആ മനുഷ്യനെ പിടിച്ചു നടത്തി. ആ മനുഷ്യൻ ഈ കിണറ്റിലേക്ക് വീണു. കിണറ്റിൽ വീണപ്പോ സിംഹം അതിൻ്റെ ഉള്ളിലുണ്ട്. ഈ മനുഷ്യനെ കടിച്ചു തിന്നു. ആ മനുഷ്യൻ മരിച്ചു. റസൂലുള്ളാഹി തങ്ങളുടെ പ്രശസ്തമായ ഒരു ഹദീസുണ്ട്, അൽ അജ്മാഉ ജബ്ബാർ. അൽ അജ്മാഉ ജബ്ബാറുൻ എന്ന് പറഞ്ഞ ഹദീസ് ഈ സംഭവത്തെക്കുറിച്ച് തങ്ങൾ പറഞ്ഞതാ. ബുദ്ധിയില്ലാത്ത ഈ ഹിംസ്ര ജന്തുക്കൾ ജബ്ബാർ, കരുത്തുള്ള പരമാധികാരമുള്ള ഒരു രാജാവിന് ചെയ്യാൻ പറ്റുന്ന പണി, അല്ലെങ്കിൽ അത്രമേൽ ക്രൂരമായി പെരുമാറാൻ കഴിയുന്ന സാധനമാണല്ലോ ഈ മിണ്ടാപ്രാണികളായ അല്ലെങ്കിൽ ഈ മൃഗങ്ങളും ജന്തുക്കളൊക്കെ. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് വിധി പറയാൻ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു വിധി പറഞ്ഞത് ബിൽ ഖിസാസ് നടപ്പാക്കണം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ ആരാണോ ഈ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി നടത്തിയത് ആ മുഴുവൻ ആളുകളെയും തിരിച്ചു കൊല്ലണം എന്ന് പറഞ്ഞു അലി റളിയല്ലാഹു അൻഹു. പുണ്യനബി തങ്ങൾ നോക്കി നിന്നു അലി തങ്ങളുടെ ഈ വിഷയം. ഫഅഖറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദൽ ഖദാ.
ഈ വിധിയെ നബി തങ്ങൾ അംഗീകരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു മൃഗല്ലേ, അതെന്ത് ചെയ്യാനാ, നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ. കാരണം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ബോധ്യത്തോടെ ചെയ്തതാ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ബോധ്യത്തോടെ ചെയ്തതാ. അതിൻ്റെ ഉള്ളിൽ മൃഗമുണ്ട്, നിങ്ങൾക്കറിയാം. ഇങ്ങനെയൊക്കെ തമാശ കളിക്കാൻ പറ്റുമോ? ഒരു മനുഷ്യന്റെ ജീവനെ കൊണ്ട് തമാശ കളിക്കുകയാണോ? ആ മനുഷ്യനെ സിംഹം പിടിച്ചു നിന്നില്ലയോ? അതിന് കാരണക്കാർ ആരൊക്കെയാണോ ഈ തമാശ കളിച്ചത്? മുഴുവൻ ആളുകളെയും തിരിച്ചു കൊല്ലാൻ വേണ്ടി മഹാനായ അലി റളിയല്ലാഹു അൻഹു വിധി പറഞ്ഞു. ആ വിധിയെ നബി തങ്ങൾ അംഗീകരിച്ചു. ഈ സംഭവത്തെക്കുറിച്ച് അസ്ഹാബു സബിയ്യ എന്ന് പറയും. ആ അസ്ഹാബു സബിയ്യത്തിന് മുഴുവനും തിരിച്ചു കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. കൊന്നത് മനുഷ്യനല്ല, കൊന്നത് മൃഗമാണ്. പക്ഷേ ആ മൃഗത്തെ കെണിവെച്ച് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടാൻ ആരൊക്കെ കാരണമായോ അവർക്കിതിൽ പ്രതികളാണെന്ന് അലി റളിയല്ലാഹു അൻഹു വിധി പറഞ്ഞു. അതാണ് അലി റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്, റബ്ബേ സങ്കീർണമായ അഊദു ബില്ലാഹി, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബേ പടച്ചവനെ ഒരു വിഷയം വരുമ്പോൾ സങ്കീർണമായ അൽ മുഅദിലാത്ത്, ഉമർ തങ്ങൾ ഉപയോഗിച്ച വാക്കതാണ്. മുഅദിലാത്തായ പ്രയാസമുള്ള വിഷയങ്ങൾ വരുമ്പോൾ എൻ്റെ കൂടെ അലി റളിയല്ലാഹു അൻഹു ഇല്ലെങ്കിൽ പടച്ചവനെ അത്തരം ഒരു വിഷയവും എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരരുതേ, അലിയാരില്ലാതെ എനിക്കതിന് വിധി പറയാൻ പ്രയാസമാകും എന്ന് വരെ ഉമർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തിട്ടുണ്ട്. അത്രമേൽ ബുദ്ധികൂർമ്മതയുള്ള മഹാനാണ്. ഹബീബിന്റെ പുതിയാപ്പിളയായിരുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായിരുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. പുണ്യനബി തങ്ങൾ സ്വഹാബിമാരെ കൊണ്ട് ഇങ്ങനെ വിധി പറഞ്ഞു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കൊണ്ട് ഇങ്ങനെ വിധി പറഞ്ഞിട്ടുണ്ട് ഒരു വിഷയത്തിൽ. അംർ ഇബ്നുൽ ആസ് തങ്ങൾ പറഞ്ഞു, നബിയേ കൈഫ അഖ്ദീ ബൈന യദൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ അങ്ങ് ജീവിച്ചിരിക്കെ അങ്ങയുടെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ വിധി പറയുകയോ? തങ്ങൾ പറഞ്ഞു, ഇൻ അസബത്തൽ ഹഖ്ഖ അഖറർതുക, അംർ ഇബ്നുൽ ആസ് നിങ്ങൾ എന്തിനെ പേടിക്കണം, നിങ്ങൾ പറയുന്ന ന്യായം സത്യമാണെങ്കിൽ ഞാനത് അംഗീകരിച്ചു തരും. വ ഇല്ലം തുസിബ്ഹു റദത്തു അലൈക, ആ വിധിന്യായം ശരിയല്ലെങ്കിൽ ഞാനത് തിരുത്തും. അംർ ഇബ്നുൽ ആസ് നിങ്ങൾ പേടിക്കേണ്ട, വിധി പറഞ്ഞോളൂ എന്ന് ധൈര്യം കൊടുത്ത് ആഫ്രിക്കയിലേക്ക് ഇസ്ലാമിന്റെ പതാകയുമായി കടന്നു വന്ന, ആഫ്രിക്കയിൽ അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ ആദ്യത്തെ മസ്ജിദ് ഉണ്ടാക്കിയ മദീനത്തുൽ ഫുസ്താത്ത് എന്ന് പറയുന്ന ഇന്ന് കൈറോ നഗരത്തിന്റെ മധ്യത്തിൽ കിടക്കുന്ന മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ ദർസ് നടത്തിയിട്ടുള്ള പ്രശസ്തമായ പള്ളിയുണ്ട്, മസ്ജിദ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അത് പുതുക്കി പണിതിട്ടുണ്ട്. നാല് മിമ്പർ ഉണ്ട് ആ പള്ളിൻ്റെ ഉള്ളിൽ. ഒന്നിപ്പോൾ കാണുന്നില്ല, 3 ഇപ്പോഴും ഉണ്ട്. ആ 4 മിമ്പർ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ രണ്ടാമത് പുതുക്കി പണിതപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ 2 കൊല്ലം മുമ്പത്തെ കഥ പറയേണ്ടത്. ആ 4 മിമ്പറിൽ ഓരോ മദ്ഹബ് അനുസരിച്ച് ജുമുഅ നടന്നിരുന്നു എന്നാണ്. ആ പള്ളിയിൽ ഇമാം ഷാഫിഈ തങ്ങൾ പിന്നെ ദർസ് നടത്തിയിരുന്ന ഒരു സാരിയുണ്ട്, ഒരു തൂണുണ്ട്. ആ തൂൺ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഷാഫിഈ തങ്ങൾ അവിടെ ഇരുന്നു കൊണ്ടാണ് ദർസ് നടത്തിയിരുന്നത്. ആ പള്ളി നിർമ്മിച്ചത് ആരാന്നറിയോ? ഈ സ്വഹാബിയാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. മസ്ജിദ് അംർ ഇബ്നുൽ ആസ്. ആ നാടിനെയാണ് മദീനത്തുൽ ഫുസ്താ. അതിന് ചുറ്റും ഖബറുകളാണ്. ഒരുപാട് മഹാന്മാർ, ആയിരക്കണക്കിന് മഹാന്മാർ അന്ത്യവിഷമം കൊള്ളുന്ന ഖബറിസ്ഥാൻ കെയ്റോ നഗരത്തിൻ്റെ മധ്യത്തിലാണ്. ഇപ്പോൾ കുറേ ഖബറിസ്ഥാനിലൂടെ കുറേ പുതിയ പാലങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കുറേ ബ്രിഡ്ജുകളൊക്കെ ഖബറിൻ്റെ മുകളിലൂടെയൊക്കെ വന്നിട്ടുണ്ട്. വലിയ ഖബറിസ്ഥാനാണ്. ഇമാം ഷാഫിഈ തങ്ങളൊക്കെ കിടക്കുന്നതിൻ്റെ ഒരു പരിസരത്താണ്. അവിടെയാണ് ഇബ്നു ദഖീഖിൽ ഈദ് റളിയല്ലാഹു അൻഹു കിടക്കുന്നത്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ അവിടെ ഉണ്ട്. ഒരുപാട് മഹാന്മാരുണ്ട്, ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ കിടക്കുന്ന വലിയൊരു പ്രദേശമാണ് കെയ്റോയുടെ നഗരഭാഗം, അതിൻ്റെ ഹൃദയഭാഗം. അവിടെയാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മസ്ജിദ് ഉള്ളത്. മസ്ജിദ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഇരിക്കട്ടെ. മഹാനായ അംർ ഇബ്നുൽ ആസ് തങ്ങളോട് തങ്ങൾ പറയാ, അംർ ഇബ്നുൽ ആസ് നിങ്ങളാണ് ഈ വിഷയത്തിൽ വിധി പറയേണ്ടത് എന്നൊരു വിഷയം വന്നപ്പോൾ നബി തങ്ങളോട് അംർ ഇബ്നുൽ ആസ് എന്ന് പറഞ്ഞു, ഹബീബേ കൈഫ അഖ്ദി ബൈന യദൈക യാ റസൂലല്ലാഹ്, അങ്ങ് എൻ്റെ മുമ്പിലുണ്ടായിരിക്കെ ഞാൻ വിധി പറയുകയോ? നോക്കണം, ഹബീബാ നബി തങ്ങൾ അവിടുത്തെ അസ്ഹാബുകളെ, അനുചരന്മാർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇൻ അസബ്ത ഹഖ്ഖൻ അഖറർതുഹു അലൈക, നിങ്ങൾ പറയുന്ന ന്യായം സത്യമാണെങ്കിൽ ഞാനത് അംഗീകരിക്കും, അന്യായമാണോ ഞാനത് തള്ളിക്കളയും. അതുകൊണ്ട് നീ പേടിക്കേണ്ട അംർ ഇബ്നുൽ ആസ്, നിങ്ങൾ പറഞ്ഞോളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞുകൊണ്ട് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് വിധി പറയിപ്പിച്ചിട്ടുണ്ട്. അൽ ഖുദാതു സലാസ, 3 തരത്തിൽ വിധി പറയുന്ന ആളുകൾ 3 വിഭാഗമാണ്. ഖാദിയാനി ഫിന്നാരി വഖാദിൻ ഫിൽ ജന്നഹ്, അതിൽ 2 പേര് നരകത്തിലാണ്, ഒരാൾ സ്വർഗത്തിലാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞു. ആ ഖാദിമാരിൽ നരകത്തിലേക്ക് പോകുന്ന ഖാദി
എന്ന് പറയുന്നത് ഖാദിൻ ജഹില ഫഖദ അലാ ജഹലിൻ ഫഹുവ ഫിന്നാർ. കേസ് പഠിക്കാതെ വിധി പറഞ്ഞു, അറിവില്ലാതെ വിധി പറഞ്ഞു, കാര്യങ്ങൾ ബോധിക്കാതെ വിധി പറഞ്ഞു, അയാൾ നരകത്തിലാണ്. വഖാദിൻ അറഫൽ ഹഖ്ഖ ഫഖാലഫഹു ഫഖദാ ബിഖിലാഫിൽ ഹഖ്ഖി ഫഹുവ ഫിന്നാർ. ഇത് സത്യം, ഇതിനെതിരാണെന്ന് കാലിക്ക് ജഡ്ജിന് 100% ബോധ്യമുണ്ട്. കൈക്കൂലി വാങ്ങിച്ചിട്ടോ പാരിതോഷികങ്ങൾ കൈപ്പറ്റിയിട്ടോ സ്വാധീനങ്ങൾക്ക്, പ്രലോഭനങ്ങൾക്ക്, പ്രകോപനങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടോ ന്യായവും സത്യവും ബോധ്യപ്പെട്ടിട്ടും അതിനനുകൂലമായി വിധി പറയാതെ സത്യത്തെ മൂടിവെച്ചിട്ടുള്ള ഖാദിമാർ, അത്തരം ജഡ്ജിമാരും വിധി പറയുന്നവരും നരകത്തിലാണ്. ഖാദിൻ അറഫൽ ഹഖ്ഖ ഫഖദാ ബിഹി ഫഹുവ ഫിൽ ജന്ന. ന്യായം മനസ്സിലാക്കുകയും മനുഷ്യരുടെ വാക്കുകളും സംഭവങ്ങളും വിഷയങ്ങൾ പഠിച്ചതിന് ശേഷം അവിടെ ന്യായമെന്ത് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അതിൽ ന്യായം കൊണ്ട് വിധി പറയുന്ന ആളുകൾ, അവർ മാത്രമേ സ്വർഗത്തിലുള്ളൂ. ആ വിഭാഗം ഒന്നേ ഉണ്ടാകൂ. നേരത്തെ പറഞ്ഞ രണ്ടും നരകത്തിലാണ്, ഒരാൾ മാത്രമാണ് സ്വർഗത്തിലുള്ളത്. മൻ വലിയൽ ഖളാ ഫഖദ് ദബഹ ബിഗൈരി സിക്കീൻ. അതുകൊണ്ട് നബി തങ്ങൾ പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അധികാരം ഒരാൾ ഏറ്റെടുക്കുമ്പോൾ കത്തിയില്ലാതെ അയാൾ മുറിക്കുകയാണ്. അധികാരം എന്ന് പറയുന്ന വിഷയമാണ്, അത് ലഹരിയായിരിക്കാം, പക്ഷെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അതൊരു വലിയൊരു ഉത്തരവാദിത്തമാണ്. മുസ്ലിം റളിയല്ലാഹു തആല അൻഹ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിധിന്യായത്തെക്കുറിച്ച് പറഞ്ഞ വിഷയം പറയുന്നുണ്ട്. ഇന്നമാ അന ബശറും മിഥ്ലുക്കും വ അൻതും തഖ്തസിമൂന ഇലയ്യ. ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, ഞാനൊരു മനുഷ്യനാണ്. നിങ്ങൾ എന്നോട് പ്രശ്നങ്ങൾ വന്ന് പറയുമ്പോൾ ലഅല്ല ബഅദകും അൻ യകൂന അൽഹന ബിഹുജ്ജതിഹി മിൻ ബഅദ്. ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞ് സമർത്ഥിക്കാൻ കഴിയും, ചിലക്ക് കരയാൻ കഴിയും, ചിലക്ക് നാടകം കളിക്കാൻ അറിയും. ചില ആളുകൾ അങ്ങനെ എൻ്റെ മുമ്പിൽ വന്ന് പറയുകയും ഫഅഖ്ദീ ലഹു അലാ നഹ്വി മാ അസ്മഅ, ഞാൻ കേട്ടതിനനുസരിച്ച്, എൻ്റെ മുമ്പിൽ പറഞ്ഞതിനനുസരിച്ച് ഞാൻ അവർക്ക് അനുകൂലമായി വിധി പറയുകയും ചെയ്താൽ ഫഇന്നമാ അഖ്തതിഉ ലഹു ജംറൻ മിനന്നാർ, നരകത്തിൻ്റെ ഒരു തീകഷ്ണമാണ് ഞാൻ അവർക്ക് വിധിച്ചു കൊടുക്കുന്നത് എന്ന് ഓർമ്മ വേണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സാക്ഷി പറയുന്നത് അന്യായമായിട്ട് നുണയായി കോടതിയുടെ മുമ്പിൽ സാക്ഷി പറയുന്ന ആളുകളൊന്ന് ശ്രദ്ധിക്കണേ. വൻപാപങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റിരിക്കുകയും എന്നിട്ട് ഒരുപാട് നേരം അലാ വഖൗലസ്സൂർ, കാണാത്ത കാര്യത്തെക്കുറിച്ച് ഞാനിതിന് സാക്ഷിയാണ് എന്ന് ഒരു കോടതിക്ക് മുമ്പിലോ ഒരു സംഘമാളിൻ്റെ മുമ്പിലോ മസ്ലഹത്ത് നടത്തുന്ന ആളുകളുടെ മുമ്പിലോ വന്ന് നുണയായി സാക്ഷി പറയുന്ന ആളുകളെ പേടിക്കണേ. അലാ വഖൗലസ്സൂർ, നുണ പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യുന്നതും വൻപാപങ്ങളിൽ വൻപാപമാണ് എന്ന് തങ്ങൾ നിർത്താതെ പറഞ്ഞപ്പോ സ്വഹാബിമാര് പറഞ്ഞത്രേ, ലൈതഹു സകത്, ഹബീബായ നബി തങ്ങളൊന്ന് നിർത്തിയാൽ മതിയായിരുന്നു, നബി തങ്ങളൊന്ന് നിർത്തിയാൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കുവോളം അലാ വഖൗലസ്സൂർ, കാണാത്ത കാര്യം ഞാനതിന് സാക്ഷിയാണെന്ന് പറയുന്നത്, ചെയ്യാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, നീ അത് പറഞ്ഞിട്ടുണ്ട്, പറയാത്തതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും അതിന് താൻ സാക്ഷിയാണെന്ന് പറയുകയും ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഖൗലുസ്സൂർ. ഇതൊക്കെ വലിയ വിഷയമാണോ ഇന്നത്തെ നാട്ടിൽ? ഇതൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? എന്തിനാ തൊട്ടതിനും പിടിച്ചതിനൊക്കെ കേസാണ്. കോടതിയിൽ പോവുക, പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുക, കുടുംബ കോടതിയിൽ, നാട്ടുകോടതിയിൽ മുഴുവൻ കേസുകളാണ്. അതിൽ പലതും പച്ചനുണകൾ. ന്യായമുണ്ടായിട്ടാണോ? അലാ ഉഖ്ബിറുകും ബി അക്ബരിൽ ഖബായിർ, 3 തവണ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വൻപാപങ്ങളിൽപ്പെട്ട വൻപാപം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, നബിയേ, വൻപാപങ്ങളിൽ ഏറ്റവും ഗുരുതരമായ പാപങ്ങൾ അതങ്ങ് പറഞ്ഞു തരുമ്പോഴല്ലയോ ഞങ്ങൾക്കത് ശ്രദ്ധിക്കാൻ കഴിയൂ, ഞങ്ങൾക്കത് ചെയ്യാതിരിക്കാൻ പറ്റൂ, പറഞ്ഞു തരൂ നബിയെ. ഖാല അശ്റുകു ബില്ലാഹ്, അള്ളാഹുവിലേക്ക് പങ്കു ചേർക്കലാണ്. പടച്ചവന്റെ റുബൂബിയത്തിനെ, അള്ളാഹുവിന്റെ ഉലൂഹിയത്തിനെ ആർക്കെങ്കിലും ചാർത്തിക്കൊടുക്കുന്നത്. ഇലാഹായി പടച്ചതമ്പുരാന്റെ സിഫാത്തുകള്, അള്ളാഹുവിന്റെ ഔസ്വാഫുകള്, അള്ളാഹു തആലയുടെ വിശേഷണങ്ങൾ
ഒരു മനുഷ്യനോ ഒരു ജിന്നിനോ ഒരു ശൈത്വാനിനോ ഒരു മലക്കിനോ ആർക്കെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് അത് ശിർക്കാണ്. അല്ലാഹു അലീമും ബിദാത്തി സുദൂർ, അല്ലാഹു ഖബീറാൻ, അല്ലാഹു ലതീഫാൻ, അല്ലാഹു ജബ്ബാറാൻ, അല്ലാഹു ഖവിയാൻ. അല്ലാഹുവിൻ്റെ സിഫത്തുകൾ ലാ മഹ്ദൂദ്, ഒരിക്കലും അതിരുകളില്ലാത്ത സിഫത്തുകളാണ്. മനുഷ്യരിൽ ആലിമീങ്ങളുണ്ട്, അള്ളാഹിന്റെ ഇൽമും മനുഷ്യരുടെ ഇൽമും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. അള്ളാഹുവിൻ്റേതുപോലെ കഴിവുള്ളത് വേറെ ആർക്കെങ്കിലും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് ശിർക്കാണ്. അത് ഗുരുതരമായ വിഷയമാണ്. കറാമത്തിനെ കുറിച്ചോ മുഅ്ജിസത്തിനെ കുറിച്ചോ അല്ല നമ്മൾ ഈ പറയണത്. പടച്ച തമ്പുരാനുള്ള ഉലൂഹിയത്ത്, അള്ളാഹു ആരാ? ആ പടച്ചോനെ പോലെ അള്ളാഹിൻ്റെ പടപ്പുകളിൽ ആരുണ്ടെന്ന് പറഞ്ഞാലും ശിർക്കാണ്, ഗുരുതരമായ തെറ്റാണ്. തൗബ ചെയ്ത് മടങ്ങിയാലേ അള്ളാഹു പുറത്തു തരുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അലാ ഉഖ്ബിറുക്കും ബിഅക്ബരിൽ കബായിർ, വൻപാപങ്ങളിൽപ്പെട്ട വൻപാപം ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞു നബി തങ്ങൾ ആദ്യം പറഞ്ഞത് അശ്ശിർക്കു ബില്ലാഹ്. രണ്ടാമത് പറഞ്ഞത് എന്താണെന്നറിയുമോ? എന്താ രണ്ടാമത് പറയുന്നത്? വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത്. മാതാപിതാക്കൾ അവര് അള്ളാഹു നമുക്ക് തന്ന നിയമമാണ്, അവരോടുള്ള കടപ്പാട് നമ്മൾ ചെയ്യണമെന്ന്. അവരോടൊരു കടപ്പാട് പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മക്കളോട് നല്ല നിലക്ക് പെരുമാറണം, മക്കളോട് അനീതി ചെയ്യരുത്, ആൺമക്കളെയും പെൺമക്കളെയും വേർതിരിച്ച് കാണരുത്. അത് വാപ്പാര് ചെയ്യേണ്ട പണിയാണ്. ഇനി അവരത് ചെയ്തില്ല എന്ന് വിചാരിക്കുക, മക്കൾ വാപ്പയോട് ഉമ്മയോട് നല്ല നിലയ്ക്കേ പെരുമാറാൻ പാടുള്ളൂ. ഇതുപോലെ നിസ്കരിക്കണം എന്ന് പറഞ്ഞില്ലേ, ആ പള്ളി കമ്മിറ്റിക്കാരനോട് നമുക്ക് ഒരു യോജിപ്പുണ്ടാവില്ല. അവിടുത്തെ ഖജാൻജി, സെക്രട്ടറി, പ്രസിഡന്റ് ഇതൊന്നും നമ്മൾ അംഗീകരിക്കണേ ഉണ്ടാവില്ല എന്ന് ചോദിച്ചിട്ട് നിസ്കരിക്കാണിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ നിസ്കരിക്കൂല, അത് പറ്റുമോ? അവർ ചെയ്യേണ്ട പണി അവർ ചെയ്തോട്ടെ. നമ്മൾക്ക് നിസ്കാരം നിർബന്ധമാണ്. അള്ളാഹുവിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഏത് മസ്ജിദാണ്? അള്ളാഹുവിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട മസ്ജിദിൽ കയറി നമ്മൾ നിസ്കരിക്കുന്നു. ആ പള്ളിയോ അതിൻ്റെ അനുബന്ധ കാര്യങ്ങളോ ചെയ്യുന്ന ആൾക്കാരോ കമ്മിറ്റിയോ ഒന്നും നമുക്ക് പിടിച്ചോളുന്നില്ല. പക്ഷെ അള്ളാഹുക്ക് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട പള്ളിയല്ലേ, നമ്മൾ നിസ്കരിക്കുന്നു. പള്ളി കമ്മിറ്റിക്കാരെ ഇഷ്ടപ്പെട്ടാൽ തന്നെ നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? എന്നതുപോലെ മാതാപിതാക്കൾ ഇന്നോടും ഇങ്ങോട്ടും നല്ല നിലയ്ക്ക് പെരുമാറിയാൽ മാത്രമേ ഞാൻ അങ്ങോട്ടും ഉമ്മാനെ വാപ്പാനെ നോക്കുള്ളൂ. ഇതല്ല പറയേണ്ടത്. ഉമ്മയെ വാപ്പയെ നോക്കേണ്ടത് മക്കളുടെ ബാധ്യത. ഇത് പറയുമ്പോൾ ഉമ്മാരും വാപ്പാനും വല്ലാണ്ടങ്ങ് തലയിൽ കയറരുതേ. മക്കളെ ചവിട്ടി തേച്ചിട്ടും അവരെ വെറുപ്പിച്ചിട്ടും അവരോട് വെറുപ്പുണ്ടാക്കുന്ന പെരുമാറിയിട്ടും ഇതൊക്കെ ചെയ്താൽ ഉസ്താൻ്റെ വേള കെട്ടില്ലേ എന്ന് പറയാൻ നിൽക്കണ്ട. പണ്ടത്തെ കാലത്തെ മക്കളല്ല ഇപ്പോഴത്തെ കാലത്തെ മക്കൾ, അത് ഓർമ്മ വേണം. അതുകൊണ്ട് മാതാപിതാക്കളും നല്ല നിലക്ക് മക്കളോട് പെരുമാറണം. പക്ഷെ മക്കളോട് പറയാണ്, മാതാപിതാക്കൾ എങ്ങനെയാണെങ്കിലും അവരോട് നല്ല നിലക്ക് പെരുമാറാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇങ്ങോട്ട് നന്നാവട്ടെ എന്ന് ചിന്തിക്കാൻ പാടില്ല. എൻ്റെ ഉമ്മയാണ്, എൻ്റെ ഉപ്പയാണ്, സ്വർഗത്തിൻ്റെ വാതിലുകളാണ്. ചെറിയ മോൻ ഉമ്മാനെ വാപ്പാനെ നോക്കിക്കോട്ടെ, അങ്ങനെ സംഭവമല്ല. എല്ലാ മക്കൾക്കും ബാധ്യതയാണ് ഉമ്മാനെ വാപ്പാനെ നോക്കൽ. മൂത്തോരൊക്കെ പോവുക, എനിക്കല്ലേ പെര കിട്ടണത്, ഈ നോക്കിക്കോ. ഇപ്പോൾ ആരുണ്ടാക്കിയ നിയമമെന്നല്ല ചെറിയാൾക്ക് പെര കൊടുക്കണം എന്നുള്ളത്. നാട്ടിലുണ്ടാക്കിയ നിയമമല്ലേ ഇത്? അള്ളാൻ്റെ കിതാബിലുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ പറയും ചെറിയ മോൻ ഓരോ പെണ്ണുങ്ങളും നോക്കിക്കോട്ടെ, ഓനല്ലേ പെര കിട്ടാൻ പോണത്, ഞങ്ങൾ പിന്നെ വേറെ പോകുന്നില്ലേ? അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ഉമ്മേനല്ലേ, നിങ്ങളുടെ വാപ്പല്ലേ? നിങ്ങൾ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഖിദ്മത്ത് ചെയ്യണം. പ്രത്യേകിച്ച് അവർക്ക് വാർദ്ധക്യം വരുമ്പോൾ ഇത് പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നും സ്കൂളിൽ നിന്ന് കിട്ടൂല, ഇതൊന്നും കോളേജിൽ പോയാലോ ഡിഗ്രി എടുത്താലോ ഒന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. ഇത് ദീനേ പറഞ്ഞു തരുള്ളൂ. വൻപാപങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ തങ്ങൾ പറയാണ്, വൻപാപങ്ങളിൽ ഒന്നാമത്തെ